2002 ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷയാകുന്നു. 15 വർഷങ്ങൾക്ക് ശേഷം അവരുടെ സഹോദരൻ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നു. പിന്നെയും ഒരു വ്യാഴവട്ടത്തിന് ശേഷം ആ അന്വേഷണം എത്തി നിൽക്കുന്നത് ആലപ്പുഴ ചേർത്തല പള്ളിമുക്കിലെ ഒരു വീട്ടിൽ. ഇന്ന് അത് കേവലം ഒരു തിരോധാന കേസല്ല, കെട്ടുപിടഞ്ഞു കിടക്കുന്ന തിരോധാന പരമ്പരയുടെ അറ്റമില്ലാ കണ്ണിയാണ്. ഒരു കൊലപാതകം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും പൊതുവായി ഒറ്റ പേരാണുള്ളത്, സെബാസ്റ്റ്യൻ. കടക്കരപ്പള്ളി ആലുങ്കൽ പത്മനിവാസിൽ ബിന്ദു പത്മനാഭനെ 2002 മുതൽ കാണാനില്ല എന്ന് കാട്ടി 2017 സഹോദരൻ പ്രവീൺ പോലീസിൽ പരാതി നൽകിയത്. വസ്തുതനിലക്കാരൻ സെബാസ്റ്റ്യനിലേക്ക് സംശയമുന നീളുന്നു. പിന്നീട് പോലീസും പ്രത്യേക അന്വേഷണ സംഘങ്ങളും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും കണ്ടെത്താനായില്ല. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങൾ കൊണ്ട് സെബാസ്റ്റ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വട്ടം ചുറ്റിച്ചു. ബിന്ദുവിനെ കോടികൾ വില വരുന്ന സ്വത്തുക്കൾ വ്യാജ മുക്താറുണ്ടാക്കി സെബാസ്റ്റ്യൻ വിറ്റെന്നും കണ്ടെത്തി. ഇതിനിടെ ഏറ്റുമാനൂർ കോട്ടമുറി സ്വദേശി ജൈനമ്മയെ കാണാതായ കേസിൽ സെബാസ്റ്റ്യൻ സംശയനിഴലിലായി. 2024 ഡിസംബർ 23 ജൈനമ്മയെ കാണാതാകുന്നത്. 28 സഹോദരനും പിന്നീട് ഭർത്താവും പോലീസിൽ പരാതി നൽകി. ജൈനമ്മയും സെബാസ്റ്റ്യനും സ്ഥല ഇടപാടുകൾ നടത്തിയിരുന്നു. ജൈനമ്മയുടെ ഫോണിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കണ്ടത് സെബാസ്റ്റ്യൻ താമസിക്കുന്ന പള്ളിപ്പുറത്ത്. അവിടെയാണ് സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്. അവിടെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അന്വേഷണത്തിനൊടുവിൽ ജൈനമ്മ കൊല്ലപ്പെട്ടെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മൃതദേഹം എവിടെ എന്നതുൾപ്പെടെയുള്ള പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇനിയും ലഭിച്ചിട്ടില്ല. 2 സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ തിരച്ചിലിലാണ് സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്, ചില അസ്ഥികൾ കണ്ടെത്തിയത്. ഇതോടെ മറ്റ് 2 തിരോധാന കേസുകൾ കൂടി പൊങ്ങി വരികയാണ്. ഇതിലേക്ക് കൂടിയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുന്നത്. അതിലൊന്ന് 2012 മെയ് 23 ചേർത്തല വാരനാട് സ്വദേശി ഐഷയെ കാണാതായ കേസാണ്. കുടുംബ സ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ 5 സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈയെടുത്തത് സ്ഥല ഇടപാടുകാരൻ കൂടിയായ സെബാസ്റ്റ്യനായിരുന്നു. സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ നിന്ന് കിട്ടിയ അസ്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്ന ക്ലിപ്പിട്ട പല്ല്, അതാണ് ഇതിൽ ഏറ്റവും നിർണായകം. അന്ന് കണ്ടെത്തിയ അസ്ഥികളാണ്. ആ അസ്ഥികളോടൊപ്പം ഒരു ക്ലിപ്പിട്ട പല്ലുണ്ടായിരുന്നു. അത് ജൈനമ്മയുടേതല്ലെന്ന് കുടുംബം പറയുമ്പോഴാണ് ക്ലിപ്പിട്ട പല്ല് വീണ്ടും സംശയമൂർത്തുന്നത്. ഈ ക്ലിപ്പിട്ട പല്ല് ഐഷയുടേതാണെന്ന് ബന്ധുക്കൾ സംശയിക്കുന്നു. ഇതോടെയാണ് കൊലപാതക പരമ്പര എന്ന സംശയം ബലപ്പെടുന്നതും ഇത്ര ത്വരിതമായ അന്വേഷണം നടക്കുന്നതും. ഈ ശ്രേണിയിൽ ചേർത്ത് വെക്കുന്ന 4ാമത്തെ കേസാണ് ചേർത്തല സ്വദേശി സിന്ധുവിന്റെ തിരോധാനം. 2022 ഒക്ടോബർ 19 മകളുടെ വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് തിരുവിഴ ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ പോയതാണ് സിന്ധു. പിന്നെ സിന്ധുവിനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. സെബാസ്റ്റ്യനുമായി നേരിട്ട് ബന്ധപ്പെടുത്താവുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ലെങ്കിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ നമ്മൾ പറയുന്ന ബിന്ദു, ജൈനമ്മ, ഐഷ കേസുകളിൽ സെബാസ്റ്റ്യനുമായി 3 സ്ത്രീകൾ ബന്ധപ്പെട്ടിരുന്നു, കോണ്ടാക്ട് ഉണ്ടായിരുന്നുവെന്ന് തെളിവുകളുണ്ടായിരുന്നു. പക്ഷേ സിന്ധുവിന്റെ കേസത്തിൽ അത്തരത്തിലൊരു തെളിവുകളില്ല. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ പറയുന്ന സെബാസ്റ്റ്യനെ സിന്ധു തിരോധാനത്തിൽ സംശയം നിലനിർത്തുന്നത്. എത്ര നാൾ സെബാസ്റ്റ്യന് മൗനം തുടരാനാകും? ചുരുളഴിയുമോ ചേർത്തലെ തിരോധാന കേസുകൾ? അതുതന്നെയാണ് പൊതുസമൂഹവും കേരളവും തേടുന്നത്. അങ്ങനെ ചുരുളഴിഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നായിരിക്കും സെബാസ്റ്റ്യന്റെ സീരിയൽ കൊലകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.